ആദ്യം തന്നെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് ശ്രീലത എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ നിന്ന് വരികയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 12ാമത് ഞാൻ പുതുക്കുകയാണ്. എനിക്ക് എല്ലാ മാസവും ഇവിടെ വരണം. 3 മാസം കൂടി 90 ദിവസം ആകുമ്പോൾ എനിക്ക് പുതുക്കുകയും വേണം. അത് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞാനത് മാറ്റിവെച്ച് പുതുക്കലിന് ഞാൻ പ്രാധാന്യം കൊടുക്കും. ഞാൻ വന്ന് 12ാമത്തെ പുതുക്കുകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത്, ഞാൻ പത്രം ഇന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരോടും വിവരം പറയും. ഈ പത്രം ഇന്നിടത്തു നിന്നാണ്, ഇത് ഇന്നതാണ് കാര്യങ്ങൾ. നമുക്ക് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വീടെന്ന് ചോദിക്കും. നിങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വരാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കും. പൈസ ഇല്ലെങ്കിൽ പൈസ തരാൻ, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് പത്രം കിട്ടിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടും അവർക്കറിയില്ലാഞ്ഞിട്ടായിരിക്കും, കാര്യമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോടൊക്കെ പറഞ്ഞു, ഞാൻ ആഴ്ചയിലൊരിക്കൽ പനിയായിരുന്നു. എനിക്കൊരു നിവൃത്തിയില്ല ജീവിക്കാൻ. ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് പത്രം കിട്ടിയപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നാൽ ഉടമ്പടി എടുത്താൽ, ഉടമ്പടിയെപ്പറ്റിയൊന്നും അറിയില്ല, അതിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിനോടും മോനോടും പറഞ്ഞു, ഇത് എനിക്കിവിടെ പോകണം, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പുറത്തൊക്കെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചപ്പം പറഞ്ഞു അവിടെ പോകരുത് എന്നുള്ള നെഗറ്റീവായിട്ടുള്ള അറിയിപ്പുകളാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ മണർകാട്ട് പള്ളി, ഞാനൊരു അക്രൈസ്തവയാണ്, ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് മണർകാട്ട് പള്ളിയിലൊന്ന് കൊണ്ടുപോകണം, എനിക്ക് അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ നടക്കി നിന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ജീവിക്കാൻ പാടാണ്, കാരണം മരുന്ന് കഴിച്ചിട്ട് പോലും ജീവിക്കാൻ പറ്റുന്നില്ല, ആഴ്ചയിലൊരിക്കൽ പനിയാണ്, വളരെ അസുഖങ്ങൾ ഉണ്ട്. അപ്പോൾ എനിക്ക് ജീവിക്കാൻ, ഗുളിക കഴിക്കുമ്പോൾ എൻ്റെ കൈയും കാലും എല്ലാം കോച്ചുകയും ഭയങ്കര പ്രശ്നങ്ങളാണ്. എനിക്ക് മരുന്ന് കഴിച്ചെങ്കിലും ജീവിക്കാൻ അമ്മ എന്നെ അനുവദിക്കണം, ഇല്ലെങ്കിൽ അമ്മ എന്നെ തിരിച്ച് വിളിക്കണം, അമ്മ എന്നെ വിളിക്കണം, അല്ലാതെ പറ്റില്ലമ്മ, എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് കിടന്നുറങ്ങി. എൻ്റെ വയറ്റിലൊരു മുഴയും ഉരുണ്ടുകൂടി. അതുകൊണ്ടൊന്ന് പാമ്പാടി ആശുപത്രി കാണിച്ചവൻ പറഞ്ഞു സ്കാൻ ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം, എനിക്ക് സ്കാൻ ചെയ്തുകൊണ്ട് ചെന്നാലും ഓപ്പറേഷൻ ചെയ്യാനോ ഒന്നും അതിനുള്ള ആരോഗ്യമില്ല, മരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ആശുപത്രി പോകണ്ട, എനിക്ക് കൃപാസനത്തിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വൈകിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഒരു പള്ളിയുടെ ഫ്രണ്ടിലെ ഒരു കുരിശും തൊട്ടി, അതിലെ ഒരു മാതാവ് ഇരിക്കുന്നു. ഫ്രണ്ടിൽ ഒത്തിരി കടകളും ഒരു വഴിയാണ്. ആ വഴിയിൽ കൂടെ വരുന്ന വണ്ടിയിൽ നിന്നും എന്തോ ഒന്ന് എടുത്ത് മേളിൽ നിന്നൊരു മാതാവ് ഇറങ്ങി വന്ന് ഇവിടെ ഇരിക്കുന്ന മാതാവിൻ്റെ ഹൃദയഭാഗത്തേക്ക് വെച്ചു. അമ്മ കണ്ണ് തുറന്നു, ഞാനും കണ്ണ് തുറന്നു. അങ്ങനെയാണ് ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ സമയം നോക്കാനായിട്ട് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ 5:30. എനിക്ക് അന്ന് 5:30ൻ്റെ പ്രാധാന്യമൊന്നും അറിയില്ല. 5:30 സമയം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മൊബൈലിൽ ഇവിടുത്തെ ജോസഫച്ചൻ്റെ, ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ധ്യാനം കണ്ടു. ഞാൻ ഈ ധ്യാനം എൻ്റെ ഭർത്താവിനും മോനും ഒക്കെ മൊബൈലിൽ നിന്ന് അയച്ചു കൊടുത്തു. അപ്പോൾ മോനോട് ചോദിച്ചു, അമ്മ ഇപ്പോൾ എപ്പോഴും മേലാഴിയൊക്കെ ഉള്ളതുകൊണ്ട് ചോദിച്ചു, അമ്മ ഉറങ്ങിയില്ലേ, എന്താ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടതാണ്, ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ സമയം നോക്കാനെടുത്തപ്പം അവിടുത്തെ ധ്യാനം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അമ്മ ഇന്ന് കൃപാസനത്തിൽ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പൊക്കോ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വരാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലാത്ത കാരണം അന്ന് വന്നില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ പോകാം എന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഭർത്താവും കൂടെ അവിടെ നിന്ന് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. കാരണം ബൈക്കിൻ്റെ പുറയിൽ ഇരിക്കാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കില്ല, തല ഇറങ്ങുകയാണ്. ബസ്സിന് വരണോ എങ്ങനെ വരണമെന്നൊക്കെ ആലോചിച്ച് കോട്ടയത്ത് വന്നേച്ച് ഏതായാലും എന്നാൽ ബൈക്കിന് തന്നെ പോകാം, അറിയത്തില്ലല്ലോ എവിടെയാണെന്ന് അറിയില്ലല്ലോ, നമുക്ക് ചോദിച്ചും പറഞ്ഞും വേണ്ടേ, ബൈക്കിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ച് ഇങ്ങോട്ട് വന്നു. പക്ഷേ ആ ചോദിച്ച് ഇങ്ങോട്ട് വന്നതിൻ്റെ കൂടെ എൻ്റെ അസുഖങ്ങൾ മാറുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇനിയും പ്രാർത്ഥിച്ചില്ലേ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോരാ, പ്രാർത്ഥിച്ച് പോയാൽ പോരാ, അതിനകത്ത് എന്തോ ഉടമ്പടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ എന്തായാലും പരിശുദ്ധ അമ്മ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആ കറക്റ്റ് 3 മാസം ആകുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി ആ ഉടമ്പടിയിലെ ജീവിക്കുന്നു. സന്തോഷകരമായിട്ട് അമ്മയോടും ഈശോയോടും ഒത്ത് ജീവിക്കുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഭർത്താവിനൊരു ലെൻസിനൊരു പ്രശ്നം വന്നു. നേരത്തെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ കാരിത്താസിൽ ചെന്നു. അവിടെ ചെന്ന് പുള്ളി, ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞാണ്, ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. എങ്കിലും അത്ഭുതകരമായ വിടുതൽ കൊടുത്ത്
എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചു. ഒരു ഗുളിക പോലും കഴിക്കേണ്ടതായിട്ട് പുള്ളിക്ക് ഇന്ന് വരെ ഇപ്പോൾ 1 വർഷമായി. ഒരു വർഷത്തിനോടാകും ഒരു ഗുളിക പോലും കഴിക്കേണ്ടതായിട്ട്. ഈ കിഡ്നി രണ്ടും ഫെയിലാണെന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു. ലെൻസിന് ഗ്രോത്ത് ഉണ്ട്, അത് ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. ഒരു ഗുളിക പോലും കഴിക്കാതെ എൻ്റെ പരിശുദ്ധ അമ്മ അതിനെ എടുത്തു മാറ്റി. ഇന്ന് യാതൊരു അസുഖവും ഇല്ലാതെ എൻ്റെ ഭർത്താവ് ജീവിക്കുന്നു. അതുപോലെ പുള്ളിക്ക് ഇങ്ങനെ ഞെളിഞ്ഞു പോകുന്ന ഒരു നടുവേദന വരുമായിരുന്നു, ചരിഞ്ഞരിഞ്ഞ് നടക്കുകയുള്ളായിരുന്നു എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ. ഞാൻ നമ്മുടെ പരിശുദ്ധ തൈലം പുള്ളിയുടെ നടുവിന് പുരട്ടി. ഞാനത് പുരട്ടുന്നതിന് മുമ്പേ പുള്ളിയോട് ഞാൻ പറഞ്ഞു നമുക്ക് ചൂട് വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകിട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് വല്ലാത്ത ടർപ്പൻ്റെ തൈലത്തിൻ്റെ മണം വന്നു. അപ്പം ഞാൻ ആലോചിച്ച് തന്നെ ഇങ്ങനെ ടർപ്പത്തിൻ്റെ തൈലത്തിൻ്റെ മണം വരുന്നതെന്ന്. അപ്പം ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പം പിന്നെയും പിറ്റേ ദിവസം രാവിലെ പുള്ളി പറഞ്ഞു ഇങ്ങനെ നടുവിനിങ്ങനെ പിന്നെയും പോകുന്നു. അപ്പം എനിക്കൊരു ഓർമ്മ വന്നു, അയ്യോ അമ്മയുടെ പരിശുദ്ധ തൈലം ഇവിടെ ഇരിക്കാനുള്ള. അപ്പം ഉടമ്പടി എടുത്തിട്ട് അധികം ആയില്ലായിരുന്നു. ഞാൻ ഈ തൈലം പുള്ളിയുടെ നടുവിന് തൂത്തു. ഇന്ന് 3 വർഷമായി. ഇന്ന് വരെയും പുള്ളി നടു വളഞ്ഞ് നടന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നമ്മുടെ എല്ലാവരും വിചാരിക്കും 3 മാസത്തേക്കിന് മതിയല്ലോ എന്ന്. പക്ഷേ പോരാ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നമ്മൾ ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം. എനിക്ക് പത്രം കിട്ടിയാൽ ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വന്നത്, എനിക്കൊരു 10 വർഷത്തിന് മേളിലായിട്ട് നെഞ്ചിനകത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിലൊക്കെ ചെന്ന് എൻ്റെ നെഞ്ചിൻ്റെ പ്രശ്നം എന്നാണെന്ന് അറിയാനായിട്ട് എനിക്ക് വയ്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു കട എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. എനിക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു. എൻ്റെ അമ്മ എനിക്ക് ഒരു വരുമാന മാർഗവും തന്നു. ഈ വരുമാന മാർഗം 2 ഷട്ടർ തുറക്കണം എൻ്റെ കടയിൽ. എനിക്ക് രാവിലെ ഷട്ടർ തുറന്ന് അവിടുത്തെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോഴത്തേന് ഈ ഷട്ടറും താത്തിട്ടേച്ച് വീട്ടിൽ വരുമ്പോൾ എനിക്ക് വയ്യ തീരെ. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കിന് നെഞ്ചിനകത്ത് വിമിഷ്ട ഇടിപ്പൊക്കെ വന്നപ്പം ആശുപത്രിയിൽ പോയി പരിശോധനയൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈയിടെ എൻ്റെ മക്കൾക്കൊരു സുഖമില്ലായ്മ വന്നു, അവർ ആശുപത്രിയിലായി. മോൾക്ക് പനിയായിരുന്നു, മോൻ്റെ കുഞ്ഞുങ്ങൾക്കും പനിയായിരുന്നു. അവനെ എടുത്തോണ്ടൊക്കെ നടന്ന് എൻ്റെ നെഞ്ചിനകത്ത് വീണ്ടും വിഷമമായി. ഞാൻ ഇങ്ങനെ വിഷമമായപ്പം ആശുപത്രിയിൽ ഒന്നും പോവുകയില്ല. നമ്മുടെ തൈലമൊക്കെ ഉള്ള പരിപാടിയുള്ളൂ. കൈ മുറിഞ്ഞാലും തൈലം, കൈ പൊള്ളിയാലും തൈലം, പനി വന്നാലും തൈലം, തലവേദന വന്നാലും എന്ത് അസുഖത്തിനും തൈലം, ഉപ്പ് ഇതൊക്കെ ഉപയോഗിക്കാറുള്ളൂ. തേനെ ഇപ്പം ഷുഗർ നോക്കാൻ പോവുകയാണെങ്കിൽ ഒരു ശകലം തേനെടുത്ത് കഴിച്ചിട്ടേ ഞാൻ ഷുഗർ നോക്കാൻ പോവുള്ളൂ. ഇത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും എനിക്ക് ഇന്ന് വരെ ഒരു ഷുഗറിന് മരുന്ന് കഴിക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. പ്രഷറോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും എൻ്റെ അമ്മ എനിക്ക് വരുത്തിയിട്ടില്ല. അങ്ങനെ ആ ഉടമ്പടി തൈലത്തിലൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ കുഞ്ഞിന് ഇങ്ങനെ മേലാഴി വന്ന് അവനെ എടുത്തുകൊണ്ട് നടന്നപ്പം വീട്ടിൽ വന്ന് എന്നെ അങ്ങനെ പനി തളർത്തിയില്ല. മറ്റേ ആഴ്ച ഒരു പനിയായിരുന്നു എനിക്ക്. പനി കാരണം എനിക്ക് വയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് അവരുടെ കൂടെ നടന്നാൽ പോലും എനിക്ക് പനി ഉണ്ടാകില്ല. ഈ 3 കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നെഞ്ചിനകത്ത് വിഷമമായി. പനി വലിയ കാര്യമായിട്ട് വന്നില്ല, പക്ഷേ നെഞ്ചിൻ്റെ വിഷമം ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞാൻ കടയിലൊന്നും പോകാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ മോൻ പറഞ്ഞു അമ്മ എന്നാൽ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി ലെൻസിൻ്റെ ഡോക്ടറെ പോയി കണ്ടു. അവിടെ ഒരു പരിശോധനയൊക്കെ നടത്തി, ഊതുന്ന പരിശോധനയൊക്കെ നടത്തിയപ്പം ഡോക്ടർ പറഞ്ഞു ലെൻസിൻ്റെ കപ്പാസിറ്റി പോകുന്നതാണ്, അത് വേണ്ടതിലും പകുതി പോലും ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് മരുന്നിനൊക്കെ എഴുതി തന്നു. നമുക്കൊന്നും അറിയില്ല. വീട്ടിൽ കൊണ്ടൊന്നും മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പം കയ്യും കാലും എല്ലാം കോച്ചുകയും മസിൽ കഴുകുകയും ഒരു തരത്തിലും കഴിക്കാൻ പറ്റില്ല. എന്നാലും അസുഖം മാറണ്ടേ, കുറേയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറ്റുന്നില്ല. അപ്പം വേറെ ഡോക്ടറെ പോയി കണ്ടു. ഹോമിയോ ഡോക്ടറാണ്, പുള്ളിക്കാരത്തെ പരിചയമുള്ളതാണ്. അപ്പം പുള്ളിക്കാരത്തിയോട് മരുന്നൊക്കെ തന്നു. ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു സാറേ ഈ അസുഖം നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറുമോ? കാരണം മരുന്ന് കഴിച്ചിട്ട് മാറുന്ന ഒരു ഒട്ടും കുറവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു സാറേ അങ്ങനെ മരുന്ന് കഴിച്ചാൽ കുറയുമോ, ഈ അസുഖം അങ്ങനെ മാറുന്നതാണോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു കപ്പാസിറ്റി പോയത് ഒരിക്കലും മരുന്ന് കൊണ്ട് തിരിച്ചു വരികയില്ല, അതിങ്ങനെ കുറേശ്ശെ പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിധി എഴുതി കടയൊക്കെ നിർത്തി വീട്ടിലിരിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. പെട്ടെന്ന് ഞാൻ ഓർത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് കൃപാസനം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോകാമെന്നും പറഞ്ഞ് ഇവിടെ വന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടു. അച്ഛൻ എൻ്റെ വിരലിലെ ഒരു ശകലം സൈത്ത് പുരട്ടി തന്നു. എന്നോട് ഇവിടെ നിൽക്കുന്ന സിസ്റ്റർ പറഞ്ഞു ബാത്റൂമിൽ പോയി വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് നെഞ്ചിട്ട് പുരട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. ബാത്റൂമിൽ ചെന്ന് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ തേച്ചത് ആ സമയത്ത് എൻ്റെ നെഞ്ചിൽ നിന്ന് എന്തോ ഒരു ഭാരം പോകുന്ന പോലെ എനിക്ക് തോന്നി. ഇന്ന് വരെ എനിക്ക് ഒരു ഡോക്ടറെ പിന്നെ അതിൻ്റെ പേര് കാണേണ്ടതായിട്ട് വന്നില്ല. എൻ്റെ അമ്മ എന്നെ അതിനനുവദിച്ചില്ല. പിന്നെ എനിക്ക് 11ാമത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പുതുക്കാൻ വന്നു. എനിക്കൊരു കയറി താമസമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് വേണ്ടാന്ന് വിചാരിച്ച് രാവിലെ പോകുന്നില്ല. അവർ പറഞ്ഞു രാവിലെ വരണം, ആ ചടങ്ങിന് വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, അതുകൊണ്ട് എന്നെ ഉടമ്പടി പുതുക്കേണ്ട ദിവസമാണ്. ഞാൻ മാറ്റമില്ല, എനിക്കത് 18ാം തീയതി എന്നുള്ള. ഇന്ന് ഞാൻ ഒരാളെ കൊണ്ടുവരേണ്ട പേർക്കാണ് ഇന്ന് 16ാം തീയതി വന്നത്, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞേ വരുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്നു. ആൾ കുറവായിരുന്നു, ഇടദിവസമായിരുന്നു.
ഇവിടെ വന്ന് അമ്മയുടെ ഒക്കെ ചെന്ന് ഞാൻ നിന്നപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇന്ന് ആൾ കുറവാണല്ലോ, അമ്മയെ എടുക്കാനൊരു അവസരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും നിന്നവർക്ക് എന്തോ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. അന്നേരം ഞാൻ വിചാരിച്ചു അത് അമ്മയുടെയോ ഈശോയുടെയോ കുറ്റമല്ല, എൻ്റെ എന്തെങ്കിലും കുറവുകൾ കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ഞാനങ്ങ് പോയി. അമ്മ എന്നിലും കൂടുതലായിട്ട് അമ്മയെ സ്നേഹിക്കുകയും ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്കായിരിക്കും അമ്മ കൊടുത്തത്. കുഴപ്പമില്ല, എനിക്ക് സന്തോഷം. എനിക്ക് അമ്മയെ പോലെ തന്നെ ഒരു ഗ്രോട്ട് മേടിച്ച്, അമ്മയുടെ ഒരു ഇത് മേടിച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ട് നടന്നു ഈ ഒരു സങ്കടം മാറാൻ. അത് കഴിഞ്ഞ് ഞാൻ മെഴുതിരി വെച്ച് രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പം ആദ്യം ഒരു പൂ ഇങ്ങനെ വന്നു. അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ലേ, അതുകൊണ്ടാണോ എനിക്ക് കിട്ടാനെന്നൊക്കെ ഞാൻ പരാതി ഇച്ചിരി പറഞ്ഞെങ്കിലും എനിക്കറിയാം, എനിക്കൊരു പരാതിയില്ല എൻ്റെ അമ്മയോട് കേട്ടോ. എൻ്റെ ആയുസ്സും ആരോഗ്യമൊക്കെ തന്ന് എന്നെ വഴി നടത്തുന്ന എൻ്റെ അമ്മയോട് എനിക്കൊരു പരാതിയില്ല. എൻ്റെ അപ്പനും അമ്മയായിട്ട് ഞാൻ കണ്ട് ഞാനിന്ന് സ്നേഹിച്ച് ജീവിക്കുകയാണ് അവരുടെ കൂടെ. എനിക്കൊന്നും തന്നില്ലെങ്കിലും തന്നതിന് നന്ദി പറഞ്ഞ് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടു. ഞാൻ അത് കണ്ട് എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ആ പൂവ് മാറി ഒരു ഹൃദയത്തിൻ്റെ വടം പോലെ വന്നു. ഞാനത് മൊബൈലിനകത്തെടുത്തു, എല്ലാവർക്കും അയച്ചു കൊടുത്തു. രാവിലത്തെ ഡെയിലി ബ്രെഡ് ആയാലും എല്ലാവർക്കും അയച്ചു കൊടുക്കും. അച്ഛൻ്റെ കൂടെ എനിക്ക് 4:45 ഞാൻ എഴുന്നേറ്റ് ശുദ്ധി വരുത്തി ഡ്രസ്സെല്ലാം മാറിയിട്ടാണ് രാവിലെ നമ്മുടെ പ്രാർത്ഥന ബുക്കിനകത്ത് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് 5:30 ആകുമ്പോൾ കൃത്യമായിട്ട് 5:30 ആകുമ്പോഴും 7 മണിയാകുമ്പോഴും കടയിൽ നിന്ന് ഞാൻ അതനുസരിച്ച് വരും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ബൈബിളും ഒക്കെ വായിച്ച് പിന്നെ 3 മണിക്ക് ജപമാല ചൊല്ലും. കടയിലിരുന്നായതുകൊണ്ടൊന്നും ശരിയാകത്തില്ല, അതിന് ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ വന്ന് ചൊല്ലും. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് വന്നു. പിന്നെ പത്രം കിട്ടിയാൽ ഞാൻ പത്രത്തിൽ എഴുതും. ഒന്നുകിൽ കുരിശ് വരച്ചേച്ച് ഞാൻ വചനങ്ങൾ എഴുതി പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ എഴുതും. നിങ്ങൾ ഏത് ജാതിയും ആയിക്കോട്ടെ, മതവും ആയിക്കോട്ടെ, അവിടെ ജാതിയില്ല. ഇങ്ങനെ ഒരു കൃപാസനമുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ദുരന്തത്തിൽ കെട്ട് കഴിയുന്നവരാണെങ്കിൽ തീർച്ചയായും കൃപാസനത്തിൽ പോയിട്ട് എൻ്റെ ഫോൺ നമ്പറും ചില പ്രാവശ്യം ഞാൻ എഴുതാറുണ്ട്, എല്ലാ പ്രാവശ്യമൊന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ പോവുക, ഉടമ്പടി എടുക്കുക, അവിടെ ഉടമ്പടിയിൽ ജീവിക്കുക എന്ന് പറയുകയും ആ പത്രത്തിൽ എഴുതുകയും ചെയ്യും. പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ പത്രം കൊണ്ട് ചെല്ലുമ്പോൾ ആദ്യമൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് ഈ കിടപ്പ് രോഗികൾക്ക് കൊടുക്കുമായിരുന്നു. കിടപ്പ് രോഗികൾക്ക് കൊടുക്കുമ്പം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കാല് കെട്ടാനായിട്ട്, മുറിവുള്ളവരാണെങ്കിൽ വെരിക്കോസ് വെയിൻ്റെയൊക്കെ ഉള്ളവരാണെങ്കിൽ കാല് കെട്ടാനൊക്കെ പത്രം ഉപയോഗിക്കും. അത് ഞാൻ കണ്ടു. ഞാൻ അവരോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യരുത്, ഒത്തിരിയും പേരുടെ ജീവിതമാണിത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെയും അവരുടെ കിടക്കുന്ന രോഗികൾക്ക് ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒ-പിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ അങ്ങനെ എല്ലാ അയൽവക്കത്ത് കൊടുക്കും. ഒ-പിയിൽ ആശുപത്രിയിൽ ഒ-പി കൊടുക്കും. പിന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കും. ഓട്ടോക്കാർക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറില്ല. ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു, ഇപ്പോൾ കൊടുക്കുകയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പത്രം മേടിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്തെങ്കിലും ഒന്ന് വിശേഷമായിട്ട് എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ ചെന്നിട്ട് എല്ലാവർക്കും വണ്ടിയെ കയറി കൊടുത്തു. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എന്നെ അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ലെന്ന് എൻ്റെ തോന്നൽ. ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വിഷയമില്ല, എനിക്ക് അതിനകത്ത് പ്രയാസമേ ഇല്ല. ഞാൻ എൻ്റെ ഈശോയോടും അമ്മയോടും കൂടെ ജീവിക്കുകയാണ്. ഇന്ന് ഉടമ്പടിയിലില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥയും എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയും എല്ലാം പരിതാപകരമായി എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയെയും ഈശോയെയും സ്നേഹിച്ചതിന് നന്ദി പറഞ്ഞ് ജീവിക്കുകയാണ്. എൻ്റെ നിത്യതയിലും എൻ്റെ നാട്ടിലുള്ളവരൊക്കെ എല്ലാ മതസ്ഥരും എന്നോട് ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ ജീവിച്ചാൽ നിൻ്റെ മരണത്തിൽ നിനക്ക് എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കാറുണ്ട്. നിന്നെ മരിക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഞാൻ ജീവിക്കുന്ന ഈശോയുടെയും അമ്മയുടെയും കൈ പിടിച്ചാണ്, അന്നും അവർ തന്നെ നോക്കിക്കോളും, എൻ്റെ ആത്മാവിനെ അവർ കൊണ്ടുപോയിക്കോളും, പിന്നെ ശരീരമല്ലേ അത് എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്കതിന് വിഷയമില്ല എന്ന് പറയും. അങ്ങനെ ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി എടുത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും, നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫച്ചന് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അവർക്ക് എന്തെങ്കിലും വന്നാൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ നിയോഗങ്ങൾ എഴുതുന്നത്. എൻ്റെ പേർക്ക് ഞാൻ നിയോഗങ്ങൾ കുറവാണ്. ആദ്യമൊക്കെ എഴുതുമായിരുന്നു, ഇപ്പം ഞാൻ എഴുതാറില്ല. എൻ്റെ സങ്കടങ്ങൾ ഞാൻ അമ്മയോട് കൂടെ ജീവിക്കുമ്പോൾ എനിക്കെന്താണ് സങ്കടം, എനിക്കെന്ത് സങ്കടം ഉണ്ടെങ്കിലും എൻ്റെ അമ്മ മാറ്റിത്തരും. കഴിഞ്ഞ ദിവസം എനിക്കൊരു തലവേദന വന്നു. തലവേദന എന്ന് പറഞ്ഞാൽ അത് ചെറുതൊന്നുമല്ല, ഭയങ്കര തലവേദന, അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തലവേദന, കണ്ണ് തുറക്കാൻ മേലാത്ത പോലുള്ള തലവേദന. ഞാൻ ഇച്ചിരി തൈലം എടുത്ത് ഞാൻ പുരട്ടി, എന്നാലും അങ്ങോട്ട് കുറയുന്നില്ല. കൊച്ചിത് കണ്ടപ്പോൾ ഓടി വന്ന് എൻ്റെ മകളെന്നോട് പറഞ്ഞു, അമ്മ ഇച്ചിരി വിക്സ് വരട്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ല മോളെ, എനിക്ക് വിക്സ് വേണ്ട. ഞാൻ കൈ മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ തേക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ വിക്സ് മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ തൈലത്തിൻ്റെ ഇതിൽ തന്നെ
എൻ്റെ വേദന ഇച്ചിരി കുറഞ്ഞ് ഞാൻ കിടന്നുറങ്ങുകയും ചെയ്തു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് പിന്നെയും ഒരു തലവേദന വന്നു. അപ്പം അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലെ 5:30 ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു, ശിരസിൻ്റെ വേദനയും ശിരസിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ ഇതെൻ്റെയും കൂടെ കാര്യമാണല്ലോ അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ ഓർത്തു. പക്ഷേ അതിൽ പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു തലവേദന വന്നിട്ടില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇത് മാത്രം എൻ്റെ ലോകത്തിൽ എനിക്ക് മതി. എൻ്റെ നിത്യതയിലും എപ്പോഴും ഈശോയോടും അമ്മയോടും കൂടെ ആയിരിക്കാൻ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈശോയോടും അമ്മയോടും കൂടെ ജീവിക്കും. നമുക്ക് എന്താണ് ആത്മീയതയെ കുറവ് വരുന്നത്? എന്തെങ്കിലും തെറ്റുകൾ വന്നാലും അപ്പനും അമ്മയല്ലേ നമ്മളെ തെറ്റുകൾ തിരുത്തി അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ഇനിയും അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടും മാത്രം എൻ്റെ സ്വർഗത്തോടു കൂടി ജീവിക്കണമെന്നാണ് എനിക്ക്. ഞാൻ നിങ്ങളോട് എല്ലാവരും വീണ്ടും അങ്ങ് പറയുകയാണ്, ആരും 90 ദിവസത്തേക്കിനാണ് ഉടമ്പടിയെന്ന് വിചാരിക്കരുതേ. നിങ്ങൾ മുന്നോട്ട് പോകണം. പക്ഷേ മുന്നോട്ട് പോയപ്പോഴാണ് എൻ്റെ ഭർത്താവിന് പ്രശ്നം വന്നതും എനിക്ക് പ്രശ്നം വന്നതും. അപ്പം നമ്മൾ എന്തു ചെയ്യും? അപ്പം നമ്മൾ കൃപാസനത്തിലെ ഉടമ്പടിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് പരിഹാരം ഉണ്ടാകും. ഞാൻ പറയുന്നവരോടല്ല അത് പറയും. ഞാൻ ബസ്സേ കയറുമ്പോഴും കടയിലായാലും ഞാൻ ഇങ്ങനെ ചെവി ഓർത്തിരിക്കും. എന്തെങ്കിലും അവരിൽ നിന്നൊന്ന് പറഞ്ഞു കിട്ടാനായിട്ട് ഞാൻ നോക്കും. അവർ എന്തെങ്കിലും ഒന്ന് അവർക്ക് മേലാഴിയോ സാമ്പത്തിക പ്രശ്നമോ പറഞ്ഞാൽ അന്നേരം ഞാൻ എല്ലാ വിധവും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇന്നടത്ത് പോകണം, അത് ഇന്നത് വഴിയാണ്, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് ഞാൻ പറയാറുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയുടെ അമ്മയുടെ തൃപ്പാദത്തിൽ ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുകയാണ്. എന്നെ രണ്ടാമത് ഈ ആൾക്കാരെ കയറ്റി നിർത്തി. പിന്നെ എനിക്ക് ഇങ്ങനെ ഇത്രയും ആൾക്കാരുടെ ഇടയിലൊന്നും എനിക്ക് സാക്ഷ്യം പറയാനോ ഒരു വാക്ക് പറയാനോ കയറി നിൽക്കാനോ ഉള്ള ധൈര്യം എനിക്കില്ലാത്തവളാണ്. പക്ഷേ എല്ലാം തന്നമ്മ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ സഹായകനാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63, 7, 8 വചനങ്ങളാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ ചിറകിൻ്റെ കീഴിലാണ് നമുക്ക് സംരക്ഷണവും കരുതലുമുള്ളത്. അവിടുത്തെ വലത് കൈയാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും കടബാധ്യതകളിലും രോഗാവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതം അകപ്പെട്ടു പോകുമ്പോൾ ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്നാണ്. കൃപാസനം അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ചിറകുകളുടെ നിഴല് പോലെ ഉടമ്പടി മക്കളെ സംരക്ഷിക്കുന്നത്. ഉടമ്പടിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം അനുഭവിക്കുന്നത് ഒരു അമ്മയുടെ കരുതലും ആശ്വാസവുമാണ്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ആ ചിറകിന് കീഴിലേക്ക് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടി മക്കളെ, ദൈവം നമ്മെ വലതു കൈ കൊണ്ട് താങ്ങുന്നു എന്നുള്ള വിശ്വാസമാണ്, ഉറപ്പാണ്. ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും വലിയ ഉറപ്പ്. അങ്ങനെയുള്ള ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് സഹോദരി ശ്രീലത നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയെപ്പറ്റി അടുത്തറിഞ്ഞത് ഒരു കൃപാസനം പത്രത്തിൽ കൂടെയാണ്. അന്ന് പത്രം കിട്ടിയപ്പോൾ എവിടെയാണ് എന്താണെന്ന് ഒന്നും അറിയില്ല. പക്ഷെങ്കിൽ ഈ സഹോദരി പറയുന്നത്, ഇന്ന് ഞാൻ ഓരോ പത്രം കൊടുക്കുമ്പോഴും കൃപാസനത്തെപ്പറ്റി പറയുകയും എൻ്റെ അനുഭവത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും അവരോട് ചിലപ്പോൾ എഴുതി കൊടുക്കും പത്രത്തിൽ, ജീവിതത്തിൽ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന്. കാരണം ആദ്യമായി കൃപാസനം പത്രം കിട്ടിയപ്പോൾ ആ അറിവ് എനിക്ക് ലഭിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ പത്രം കൊടുക്കുമ്പോൾ, ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ അനുഭവം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, കൃപാസനത്തിൻ്റെ ലൊക്കേഷൻ പോലും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടെ സഹായിച്ചിട്ടാണ് ഈ സഹോദരി അവിടെ നിന്ന് പോകുന്നത്. അത്രയ്ക്കും ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെയാണ് കൃപാസനത്തിലെ ഓരോ പത്രവും കൊടുക്കുന്നത്. അതും ബസ്സിലും ബസ് സ്റ്റോപ്പിലും റോഡ് സൈഡിലുമൊക്കെ എല്ലായിടത്തും ചെന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രോഗികൾ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചാണ് ഓരോരുത്തരുടെ കരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അത് ഈശോയുടെ മമ്മിയുടെ സ്നേഹത്തെ പ്രതിയാണ്, അല്ലാതെ ഉടമ്പടി കൊണ്ടല്ല. അത് ദൈവസ്നേഹത്തെ പ്രതി മാത്രമാണ് ഈ പത്രങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അങ്ങനെ ആ കൃപാസനം പത്രം ലഭിക്കുകയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് സാധിച്ചില്ല. പിന്നീട് അമ്മ തന്നെ ഒരു സ്വപ്നത്തിൽ കൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. രാവിലെ 5:30 ഒരു സ്വപ്നം കാണുകയും
പെട്ടെന്ന് സമയം നോക്കാനായിട്ട് മൊബൈലിൽ തുറന്നപ്പോൾ ആദ്യം ഒരു പരിശുദ്ധ കൃപാസനം അമ്മയുടെ ഈ പള്ളിയിൽ നിന്നുള്ള ഉടമ്പടി ധ്യാനമാണ് കേട്ടത്. പിന്നീട് ഹസ്ബൻഡിനോട് പറയുകയും ചെയ്ത് എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ കോട്ടയത്തു നിന്നും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ഇത് ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന, ഉടമ്പടിയിൽ നിലനിൽക്കുന്ന ഒരു സഹോദരിയാണ്. 12 പ്രാവശ്യം ഉടമ്പടി പുതുക്കുകയും ഇത് 2ാമത്തെ സാക്ഷ്യമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ശരീരത്തിലൊരു നെഞ്ചിടിപ്പുണ്ടായിരുന്നു. അത് പല പ്രശ്നങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തു. അത് ചെസ്റ്റ് കപ്പാസിറ്റി കുറയുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പല മരുന്നുകൾ കഴിച്ചു, ഹോമിയോയിൽ പോയി. പക്ഷേങ്കിൽ അവസാനമായിട്ട് ഡോക്ടറോട് വീണ്ടും ചോദിക്കുകയാണ് ഈ സഹോദരി, മരുന്ന് കൊണ്ട് ഈ രോഗം മാറുമോ എന്ന്. പക്ഷേങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞത് കപ്പാസിറ്റി കൂടില്ല, പക്ഷേങ്കിൽ എങ്ങനെയെങ്കിലും നിലനിർത്താൻ സാധിക്കുമെന്നാണ്. പിന്നീടാണ് ഈ മകൾക്ക് മനസ്സിലായത് ഇനി ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയിൽ എനിക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുമെന്ന് ഈ സഹോദരിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈത്ത് കൊടുക്കുകയും ആ സൈത്ത് അവിടെ വാഷ്റൂമിൽ പോയി പ്രാർത്ഥിച്ച് തേൽച്ച് ആ നിമിഷം തന്നെയാണ് ഈ സഹോദരിക്ക് എന്തോ നെഞ്ചിൽ നിന്ന് പോയതായിട്ട് തോന്നിയത്. ആ നിമിഷം തന്നെയാണ് ഉടമ്പടി ഉടനടി എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ സൈത്ത് തേച്ച് ആ നിമിഷം തന്നെയാണ് ഈ സഹോദരിയുടെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടത്. ഇവിടെയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലുണ്ട്. നമുക്ക് മെറിറ്റില്ല. ഡോക്ടേഴ്സ് പറയുകയാണ് ഇനി ഇത് നിലനിർത്താനേ സാധിക്കുകയുള്ളൂ, മരുന്നില്ല എന്ന് പറയുമ്പോഴും മരുന്നുള്ള ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കൂടെ. അത് പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മ. നമുക്ക് സാധ്യമായ കാര്യമാണ് സാധ്യമാക്കി തരുന്നത്. നമുക്ക് കഴിവില്ല, മരുന്നുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞതാണ്. മരുന്നില്ലാതെ തന്നെ സാധാരണ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സൈത്ത് ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ഈ മകളുടെ ആത്മീയ ജീവിതത്തിലുള്ള ആസ്ഥിയിലൂടെയാണ്. ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ, ഒട്ടു നിൽക്കുമ്പോഴാണ് അവിടുന്നാണ് എൻ്റെ സഹായകനെന്നും അവിടുത്തെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കുമെന്നുമുള്ള ആ സങ്കീർത്തനത്തിലുള്ള വചനമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ. ഈശോയുടെ അമ്മയുടെ ഒട്ടു നിൽക്കുമ്പോൾ, ആ ചിറകിൻ കീഴിൽ അഭയം തേടുമ്പോൾ, ശരണം തേടുമ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ സഹോദരിക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മയെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ കിട്ടിയില്ല. ആ സങ്കടത്തോടെ അല്പം സങ്കടത്തോടെയാണ് പോയത്. പക്ഷെങ്കിൽ അമ്മ ആ കൊച്ചു സങ്കടം പോലും മനസ്സിലാക്കാൻ സാധിച്ചു. പിറ്റേ ദിവസം തന്നെ ഉടമ്പടി മെഴുകുതിരി നമുക്കറിയാം, രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ തിരിയിൽ പൂവിൻ്റെ രൂപത്തിൽ വന്ന് പിന്നീട് അത് ഹൃദയമായി മാറുകയാണ്. മകളോട് സഹോദരിയോട് പറയുകയാണ്, പേടിക്കേണ്ട, ഉടമ്പടി ഈ പ്രത്യക്ഷണത്തിൽ കിട്ടിയില്ല, പക്ഷെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു സാന്നിധ്യമാണ് ആ മെഴുകുതിരിയിലൂടെ അമ്മ മാതാവ് വെളിപ്പെടുത്തി കൊടുത്തത്. അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ അമ്മയുടെ അത്രമാത്രം അടുപ്പമുണ്ടായിരിക്കണം. ഈ മോൾക്ക് അത്രമാത്രം അടുപ്പം ഉണ്ടായിട്ട് തന്നെയാണ്, ആ സ്നേഹം കൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് മനസ്സിലറിയാൻ സാധിക്കുകയും ആ മകളുടെ ആഗ്രഹം അനുസരിച്ച് അമ്മ ആ മെഴുകുതിരിയിലൂടെ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത്. തലവേദന വന്നപ്പോഴും മറ്റെല്ലാ രോഗങ്ങൾ വരുമ്പോഴെല്ലാം ഉടമ്പടി തൈലം, നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗമാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുകയാണ്. വിശേഷവിധിയായിട്ട് നമ്മളെന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോഴാണ് നമ്മൾ പറയുന്നത്, ബസ്സിൽ കയറി ആരോടും എപ്പോൾ എവിടെ വേണേലും ഞാൻ ഈശോയുടെ അമ്മയെപ്പറ്റി പറയാനായിട്ടുള്ള ഒരു കരുത്ത് അത് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. ആരോ ചോദിച്ചു ഇപ്പോഴിങ്ങനെ, പക്ഷേങ്കിൽ മരണശേഷം നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഒരു നല്ല ഉത്തരം തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. എൻ്റെ ആത്മാവിനെ ഈശോയും അമ്മയും ഏറ്റെടുക്കും. ഞാൻ നിത്യതയിലേക്കുള്ള ജീവിതത്തെപ്പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ ശരീരത്തെ അവിടെയുള്ളവരെ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ മരിക്കുന്ന സമയത്തെന്നാണ്. അത്രമാത്രം ആഴത്തിലുള്ള ഒരു ആത്മീയതയാണ് ഈ മകൾക്കുള്ളത്. നിത്യതയെപ്പറ്റി ഇപ്പോഴാലോചിക്കുവാനും നിത്യതയിലേക്കുള്ള വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനും പിന്നെ ആ നിമിഷം മരിച്ചതിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളട്ടെ, ആചാരപ്രകാരമോ എന്ത് നിയമപ്രകാരമോ ചെയ്തു കൊള്ളട്ടെ, പക്ഷേ എൻ്റെ ആത്മാവും ശരീരവും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴുള്ള ആ നിത്യതയെപ്പറ്റി ഇപ്പോൾ തന്നെ ഈശോയും അമ്മയും തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഉടമ്പടിയിൽ പ്രശ്നങ്ങളിലെല്ലാം പരിഹാരമുണ്ടെന്നുള്ള ആ വിശ്വാസത്തോടെ മറ്റുള്ളവർക്ക് ഉടമ്പടിയെപ്പറ്റിയും കൃപാസനം അമ്മയെപ്പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഒരു വലിയ സാക്ഷിയായിട്ട് മാറുകയാണ്.
സങ്കീർത്തനം 41 പറയുന്ന പോലെ ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു എന്നാണ്. ഈ മകളുടെ ഓരോ നിലവിളികളും ഓരോ പ്രാർത്ഥനയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല, കൂടുതൽ ആത്മീയതയിലേക്കാണ്. ആഗ്രഹങ്ങളൊന്നും അധികമില്ല എന്നാണ്. 12 പ്രാവശ്യം പുതുക്കിയപ്പോൾ ഈശോയുടെ മുമ്പിൽ ചേർന്ന് നിന്ന് ഒരു ആത്മീയതയിലേക്കുള്ള ഒരു യാത്രയാണ്, ജീവിതയാത്രയാണ് നയിക്കുന്നതെന്നാണ് ഈ സഹോദരി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയിലും ചേർത്ത് നിന്ന് ആ ചിറകിൻ്റെ കീഴിൽ ആനന്ദിക്കാനും അഭയം തേടാനും ശരണം തേടാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവ് അങ്ങോട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. ആ താങ്ങി നിർത്തുന്ന സ്നേഹം നമുക്കും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനുള്ള അനുഭവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീലതയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.